12 മീറ്റർ അപ്രോച്ച് റോഡ് വേണ്ടടുത്ത് ഉള്ളത് 10 മീറ്റർ. ഞാൻ അന്നേ പറഞ്ഞ 1-2 സെൻറ്റ് അപ്പർ സ്ഥലത്ത് നിന്ന് ചെയ്യാം. ആൻഡ് ഐ ബിലീവ് ദറ്റ് പ്ലോട്ട് വാസ് അവൈലബിൾ ടു അല്ലേ? ഞാനന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ ആനന്ദ്. ദേവി, ദ ബ്ലൂ പ്രിൻ്റ് യു ഹാവ്. ഹിയർ, ചെക്ക് ദ ഡേറ്റ്. 3 വർഷം പഴക്കമുണ്ട് അല്ലേ ആനന്ദ്? അന്ന് താൻ പറഞ്ഞു തൻ്റെ ഭാര്യയുടെ കസിൻസിലാരോ മിനിസ്റ്റീരിയൽ സ്റ്റാഫിലുണ്ട്, അവരത് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ എന്നൊക്കെ. 12 മീറ്റർ 10 മീറ്റർ ആവാൻ നമ്മൾ പുള്ളിക്ക് നല്ലൊരു തുക കൈക്കൂലിയായിട്ടും കൊടുത്തു. കോർപ്പറേഷൻ്റെ ആടുതല്ലികൾക്ക് ചില്ലറ ദമ്പടി വേറെ. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? രവി, ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആരാണ്? ആൻഡ് യു തിങ്ക് യു ഹാവ് എ റീസൺ ടു കണ്ടിന്യൂ ഹിയർ? സർ, ഐ തിങ്ക് ഐ ഹാവ് വേ ഔട്ട്. പക്ഷേ എനിക്ക് സംസാരിക്കേണ്ട സാറിനോട് മാത്രമാണ്. Please excuse us. Anand, എല്ലാവരും എന്ന് പറഞ്ഞാൽ that includes you too. So Ravi, what's the way out now? ഒരു വഴിയുണ്ട് സർ. കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ടാണ്. പണച്ചെലവുണ്ട്, പക്ഷേ ഇൻ ദ ലോങ് റൺ നമ്മുടെ കമ്പനിക്ക് തന്നെയാണ് ലാഭം. വല്ലാർപാടൻ ടെർമിനലിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വിശാഖപട്ടണം പോർട്ടിനേക്കാൾ മികച്ചതാവും കൊച്ചിയിൽ, ഒരുപക്ഷെ മുംബൈ പോർട്ടിനേക്കാൾ മികച്ചത്. നമ്മുടെ പ്രോജക്റ്റിൻ്റെ പിൻവശം ദാ ഇവിടെ. ഇത് 25 സെൻറ്റ് സ്ഥലമാണ്. ഇതൊരു ശിവസുബ്രഹ്മണ്യത്തിൻ്റെ കയ്യിലാണ്. ആ പ്ലോട്ട് വാങ്ങണം. നമ്മുടെ സ്ട്രക്ചർ ഉയർന്നോടെ ഈ ശിവസുബ്രഹ്മണ്യത്തിൻ്റെ പ്ലോട്ടിലേക്കുള്ള ആക്സസ് ഇല്ലാതായി. ഇപ്പോൾ കഷ്ടിച്ചൊരു സ്കൂട്ടർ പോകുന്ന വഴിയുണ്ടാവും. ഇപ്പോഴാവുമ്പോൾ ചൂട് വിലയ്ക്ക് നമുക്കിത് മേടിക്കാം. ഈ ശിവസുബ്രഹ്മണ്യത്തിൻ്റെ പ്ലോട്ടിൻ്റെ നേരെ എതിർവശത്ത് ദേ കായലിനിക്കര. ഇത് വൈപ്പിൻ ചെറായ റൂട്ടാണ്. ഇവിടെ ചെന്നിറങ്ങുന്ന തരത്തിൽ ഒരു പാലം നമ്മുടെ ചെലവിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഗവൺമെൻറ്റും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും. ആ കളി എങ്ങനെ കളിക്കണമെന്ന് സാറിന് അറിയില്ലേ? സോ നമ്മൾ ഗവൺമെൻറ്റിനെ മുന്നിൽ വെക്കാൻ പോകുന്ന ഒരു ബോണസാണ് ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് വന്നാൽ ഹൈവേ തൊടാതെ തൃശ്ശൂർക്ക് ഒരു എളുപ്പ വഴിയാവും. 3-1 ദൂരം കുറയുന്ന ഒരു വഴി. ഗവൺമെൻറ് നമ്മുടെ കൂടെ നിൽക്കും. Good. You make a draft ASAP. ഡാഡിയോട് മിനിസ്ട്രി സംസാരിക്കാൻ ഞാൻ പറയാം. And you go ahead. പക്ഷേ ഈ ടോക്ക് നമ്മൾക്കുള്ളിൽ മാത്രം നിൽക്കണം സർ. രഹസ്യങ്ങൾ ചോരുന്നുണ്ട് ഇതിനകത്തുനിന്ന് തന്നെ. ഇപ്പോൾ പുറത്തു പോയവരിൽ ആരെങ്കിലും ആണോ എന്ന് ഉറപ്പില്ല. ബട്ട് വൈ ടേക്ക് ചാൻസസ്? ഈ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നവരെ ദിസ് ഷുഡ് ബി ബിറ്റ്വീൻ us. You know രവി, ഈ കുരുക്കിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ഡാഡിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഈറ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ടോപ്പർ ഇത്രയേ ഉള്ളൂ എന്നൊരു മറ്റുള്ളൊരു ചിരിയുണ്ട്. ഡാഡിയുടെ മുന്നിൽ യു സേവ് മാത്സ് മാൻ. That's my job, sir. Thank you. പപ്പ, ഇത് കംപ്ലീറ്റ് ആയിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ, പാറു ഫോണൊന്നും എടുക്കോ? ഹലോ, രവി ഉണ്ട്, കൊടുക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവന്റെ തലയിലേക്ക് കേറാൻ പാടാ. ബാക്കിയുള്ളവർക്കിട്ട് പണിയുന്നത് നിർത്തിയേക്കാൻ പറഞ്ഞേ മോളെ. ഓവർ സ്മാർട്ട് ആവുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തണ്ടും തരപ്പടി നോക്കി കളിച്ചില്ലെങ്കില് പടമായി ചുമരിലിരിക്കും. കുറേ നാളില്ലായിരുന്നു, ഇപ്പൊ പിന്നെയും തുടങ്ങി. എന്നതാ? ഭീഷണി ഫോൺ കോൾ. കൈ വെട്ടും കാല് വെട്ടും കുന്നുകളെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സംശയത്തെ രവി തന്നെ കാശ് കൊടുത്ത് വിളിപ്പിക്കുന്നതാണോന്നാ. എന്തിന്? എന്റെ മുമ്പിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പിക്കാലോ. ഇനി ഈ ഭൂമിയിൽ പെണ്ണെന്ന് പറയുന്ന കൊസറ കൊള്ളിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ചുമ്മാതാണോ പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ പറഞ്ഞത് ആർമിയിലും മറ്റ് ഫോഴ്സിലും ഒക്കെ കൂടുതൽ പെണ്ണുങ്ങൾ വേണമെന്ന്? എന്തൊരു വക്രത.